ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അതീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ പെറ്റൂണിയ ചെടികളുടെ വിത്തുകളൊക്കെ പെട്ടെന്ന് കിളർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ നടണമെന്നാണ് കേട്ടോ. അപ്പോൾ പെറ്റൂണിയ ചെടിയുടെ വിത്തുകളൊക്കെ മിക്ക ആൾക്കാരും പാകിയിട്ട് നല്ല രീതിയിൽ കിളർത്ത് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പാകുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പെറ്റൂണിയ ചെടിയിൽ നല്ല രീതിയിൽ തന്നെ ആ വിത്തുകളൊക്കെ കിളർത്ത് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ചകിരിച്ചോറ് വേണം കേട്ടോ. അപ്പം നമ്മൾ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എത്ര വിത്തുകളാണോ പാകേണ്ടത് അത്രയും വിത്തുകൾക്ക് ആവശ്യമായ ചകിരിച്ചോറ് എടുക്കുക. അതിലേക്ക് ദാണ്ടേ ഇതുപോലെ കുറച്ച് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാഫ് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഫംഗിസൈഡാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ദാണ്ടേ ഇതൊരു പാത്രത്തിനകത്തോ എന്തിലെങ്കിലും ഒന്ന് എടുത്തിട്ട് ഈ ഒരു ചകിരിച്ചോറും സാഫും കൂടി നമ്മൾ കുറച്ച് നേരത്തേക്കിന് വെള്ളം ഒഴിച്ചിടുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. 1 മണിക്കൂറെങ്കിലും നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിടുക. അപ്പം ഈ ഒരു വിത്തുകളൊക്കെ നമ്മൾ ആദ്യമായിട്ട് പാകുമ്പോൾ ഈ ഒരു ചകിരിച്ചോറിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതായത് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ കുറേ നേരം ഒന്ന് ഇട്ടതിന് ശേഷം എന്താണ്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ എന്താണ്ട് ഞാൻ കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പിഴിഞ്ഞെടുത്ത് ആ ഒരു ചകിരിച്ചോറ് നനവോടെ തന്നെ നമുക്ക് പാകാനായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ പാകാനായിട്ട് എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ട് ഈ വിത്തുകളൊക്കെ പാകുന്ന ട്രോയാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വിത്തുകളൊക്കെ പാകുമ്പോൾ അതിൻ്റെ വേര് പൊട്ടാതെ തന്നെ നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്ലാന്റ് വളർത്തിയെടുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ദാണ്ട് ഇതുപോലെ ആ ഓരോ ദ്വാരത്തിലും നമ്മൾ ഇതുപോലെ ചകിരിച്ചോറ് നിറച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയ കിഴുത്ത പോലെ ദാണ്ട് ഇതുപോലെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന പെറ്റൂണിയയുടെ വിത്തുകളാണ് കേട്ടോ. അപ്പം നല്ല വിത്തുകളാണ് എനിക്ക് കിട്ടിയത്. ഇത് കഴിഞ്ഞ് അതായത് ഞാൻ ആ ഒരു വിത്തുകൾ പാകിയതിന് ശേഷം റിസൾട്ടും ആയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഈ വിത്തുകളെല്ലാം കിളർത്ത് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു വിത്തുകളാണ് കേട്ടോ പെറ്റൂണിയ ചെടികളുടെ. അപ്പം മിക്സഡ് ആയിട്ടുള്ള വിത്തുകളാണ്, പല കളറിലുള്ള പ്ലാന്റിൻ്റെ വിത്തുകളാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ് കേട്ടോ. കുഞ്ഞു വിത്തുകളാണ്. അപ്പോൾ ഇത് ഓരോന്ന് വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് വിത്തുകളൊക്കെ അധികത്തിൽ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളത് ചെടിച്ചട്ടിയിലോട്ടൊക്കെ നട്ടു കൊടുക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ നട്ടു കൊടുത്താൽ മതി. അപ്പം ദാണ്ട് ഇതുപോലെ ഞാൻ ഓരോ വിത്തുകൾ വെച്ചും അതുപോലെ 1-2 വിത്തുകളൊക്കെ വെച്ച് വീണിട്ടുണ്ട്. കുഞ്ഞു വിത്തുകളായതുകൊണ്ട് തന്നെ നമുക്കത് അറിയാനായിട്ട് സാധിക്കത്തില്ല കേട്ടോ. അതുപോലെ ചെറിയ മണിമണി പോലത്തെ വിത്തുകളാണ് നമ്മുടെ പെറ്റൂണിയ ചെടിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ ഈ ഒരു ചെറിയ രീതിയിൽ ബാക്കി വന്ന ചകിരിച്ചോറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ ചകിരിച്ചോറ് ആദ്യം നിറയ്ക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, കുറച്ച് ചകിരിച്ചോറ് നമ്മൾ ട്രീറ്റ് ചെയ്ത് അതായത് സാഫ് ഉപയോഗിച്ച് കഴുകി വെച്ചേക്കുന്ന ചകിരിച്ചോറ് നമ്മൾ കുറച്ച് മാറ്റി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ മറ്റ് വിത്തുകളൊക്കെ നടുന്നത് പോലെ കുഴിച്ച് മണ്ണിലിട്ട് അങ്ങനെയൊന്നും അല്ല നമ്മുടെ പെറ്റൂണിയ ചെടികളുടെ വിത്തുകൾ പാകിയെടുക്കുന്നത്. അപ്പം നമ്മൾ ആ ചെറിയ വിത്തുകളൊക്കെ പാകിയതിന് ശേഷം അതിൻ്റെ മുകളിലും ചെറിയൊരു ലെയറായിട്ട് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ദാണ്ട് ഇതുപോലെ നമ്മൾ സ്പ്രേയറിനകത്ത് വെള്ളം എടുത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ദാണ്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത്. പെട്ടെന്ന് തന്നെയാണ് ഈ കുഞ്ഞു വിത്തുകളെല്ലാം കിളിർത്ത് കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ 3-4 അരിയൊക്കെ കൂടുതൽ വീണ് ആ ഒരു ഭാഗത്തെല്ലാം കുറേ വിത്തുകളൊക്കെ അതായത് തൈകളൊക്കെ കിളർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പെറ്റൂണിയ ചെടികളൊക്കെ വളർത്താൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ വിത്തുകൾ വാങ്ങിച്ച് ഇതുപോലെ പാകി നോക്കിയാൽ മതി. 100% സക്സസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.